ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. മുള്ളൂർക്കര SN നഗറിൽ നാടിനെ ഭീതിയിലാഴ്ത്തി തെരുവുനായയുടെ ആക്രമണം. കൊച്ചുകുട്ടിയും മദ്രസ വിദ്യാർത്ഥിയും ഉൾപ്പെടെ നിരവധി പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ മദ്രസയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് നായ ആദ്യം തിരിഞ്ഞത്. 12 വയസ്സുകാരിയായ മിംഷ്യ എന്ന വിദ്യാർത്ഥിയുടെ കാലിന്റെ തുടയിലാണ് തെരുവുനായ ആഴത്തിൽ കടിച്ചു കയറിയത്. ഇതോടൊപ്പം പ്രദേശവാസികളായ 60 വയസ്സുള്ള മുഹമ്മദ് അലി, 62 വയസ്സുള്ള ബാലൻ, 10 വയസ്സുകാരൻ അൻജുദ് എന്നിവർക്കും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ പള്ളിയിൽ കയറുന്ന 2 അടി മുമ്പ് പിന്നിൽ നിന്ന് വന്നിട്ട് നായ പെട്ടെന്ന് കടിച്ചു. എൻ്റെ കയ്യിൽ കുടല്ല കാരണം ഒരു അടി കൊടുത്തപ്പോൾ നായ ഓടി. പിന്നെ അപ്പം തന്നെ വന്ന് എൻ്റെ അളിയൻ്റെ കുട്ടീനെ വിളിച്ച് മെഡിക്കൽ കോളേജിൽ പോയി ഇഞ്ചക്ഷൻ ഇട്ടു. നല്ല ശല്യം തന്നെ. ഇഷ്ടം പോലെ നായ്ക്കൾ ഇവിടെ ഉണ്ട്. ഒരു നായ 2 നായല്ല. ഇവിടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആ കുട്ടികൾക്ക് ഇതില്ല ആറില്ല. വൈകിട്ടായി കഴിഞ്ഞാൽ കണ്ടമാണ് രാത്രി കംപ്ലീറ്റ് നായ്ക്കളുടെ ശല്യമാണ്. മനുഷ്യരെ കൂടാതെ പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും ഈ നായ കടിച്ചുകീറി. പരിക്കേറ്റവരെ ഉടനടി തന്നെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ആശങ്കയോടെയാണ് ജനങ്ങൾ ജീവിക്കുന്നതെന്നും വാർഡ് മെമ്പർ സയന പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്നിപ്പോ പള്ളിയിലേക്ക്, അതായത് മദ്രസയിലേക്ക് വിളിച്ചു പറഞ്ഞു. എല്ലാ പിള്ളേരും മദ്രസയിലായിരുന്നു. വിടേണ്ട സമയത്താണ് ഫസ്റ്റത്തെ 2ാമത്തെ ആൾക്ക് കടിപറ്റിയത്. അപ്പൊ ഞാൻ വേഗം മദ്രസയിലേക്ക് വിളിച്ചു പറഞ്ഞു. രക്ഷിതാക്കളെ വിട്ട് കുട്ടികളെയൊക്കെ വീട്ടിലെത്തിച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ആശങ്ക തന്നെയാണ്. നമുക്ക് റോട്ടിലിറങ്ങി നടക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത കണ്ണമ്പാറ സ്ഥലത്തും ഇതുപോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഉണ്ടായിട്ടും ഇതന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതിനായിട്ടൊരു പ്രത്യേക ഒരു നിയമമോ കാര്യങ്ങളോ ഒന്നും നമുക്കിതിന് ചെയ്യാനുള്ള പറ്റുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മേലിങ്ങനെ കുറ്റകരമായിട്ടാണ് വരാൻ പോണത്. അതുകൊണ്ട് ഭയങ്കര പേടിൽ തന്നെയാണ് എല്ലാ ജനങ്ങളും താമസിക്കുന്നത്.